ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനുമോള് ബാലൻ്റെ അടുത്ത് ചെന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട്. ബാലനാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അപ്പോൾ ബാലൻ്റെ കാൽക്കലേക്ക് ചെന്ന് വീഴാണ് കേട്ടോ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം, ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണെന്ന്. ആ സമയത്ത് ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് പറയാം, ദേ നീ ആ മനുഷ്യനോട് മിണ്ടി പോരുത്. എല്ലാവരുടെ മുന്നിലും തല താഴ്ത്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ദ്രോഹം ചെയ്ത നീ ഇനി എന്തിനാടി ക്ഷമ ചോദിക്കുന്നത്? എന്ത് തെറ്റാടി നിന്നോടൊക്കെ ഞങ്ങൾ ചെയ്തത്? പറ. നിന്നെ ഇത്രയും സ്നേഹത്തോടെ വളർത്തി ഇതുവരെ കൊണ്ടെത്തിച്ച് വിവാഹത്തിൻ്റെ അന്ന് തന്നെ നീ ഞങ്ങളെല്ലാവരും കഷ്ടപ്പെടുത്തി ഇതുപോലൊരു അലവലാതിയുടെ കൂടെ ഇറങ്ങി പോകാൻ നിനക്ക് എങ്ങനെയാടി തോന്നിയതെന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങോട്ട് തുടങ്ങിയിട്ടോ. ബാലനാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാണ്ട് അങ്ങോട്ട് മാറി നിൽക്കണം. ഇതിനിടയ്ക്ക് നമ്മുടെ ആര്യനങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ആലോകിനെ വീണ്ടും എടുത്തിട്ട് അടിച്ച് ശരിയാക്കട്ടോ. അപ്പോൾ അച്യുതൻ ഓടി വന്നിട്ട് പറയാം, എന്തിനാടാ എൻ്റെ മോനെ അടിക്കുന്നത്? പറ, നിനക്കൊക്കെ എന്ത് അധികാരമുണ്ട്? പിന്നെ ആകാശം ഓടി വന്നിട്ട് നമ്മുടെ അനുമോളോട് പറയാണ്, മോളെ എനിക്കറിയാം നിന്നെ ഇവൻ ബലം പ്രയോഗിച്ച് എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് മോളകത്തേക്ക് കയറി വാ, ഇവൻ്റെ കൂടെ പോവേണ്ട കാര്യമൊന്നുമില്ല, ഇതിലെന്തോ ചതിയുണ്ടെന്നും പറഞ്ഞ് അനുമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അച്യുതൻ പറയാം, ഒന്ന് നിന്നെ അവിടെ. പിന്നെ ഇവരെ പ്രായപൂർത്തിയായ 2 പിള്ളേരാ, അവർക്ക് അറിയാം എന്ത് വേണമെന്ന്, അവരെ എങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയാം. 2 പേരും തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജീവിക്കുകയും ചെയ്യും. അങ്ങനെ ഒരാളെ മാത്രം അങ്ങോട്ട് വിളിച്ച് കയറ്റിക്കൊണ്ട് പോരണ്ട, ഇങ്ങോട്ട് വിടടാ അവളെ അങ്ങോട്ട്. ആലോകിൻ്റെ ഭാര്യയായി അവൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കൃഷ്ണമംഗലത്തേക്കാണ് അവൾ കയറി വരേണ്ടത്, അല്ലാതെ ദേവമംഗലത്തേക്കല്ല. ആലോക് അവളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാനും അറിയാം. അപ്പം അടുത്ത് ഏട്ടന്മാരുടെ അടുത്തൊരു സംസാരത്തിന് മുന്നേ തന്നെ പെട്ടെന്ന് നമ്മുടെ അനുമോള് എല്ലാവരും ആരുടെയും മുഖത്ത് നോക്കുന്നില്ല കേട്ടോ, നേരെ ചെന്ന് ആലോകിൻ്റെ അടുത്തേക്ക് നിൽക്കുകയാണ്. എന്നിട്ട് പറയാം, ഞങ്ങൾ വിവാഹം കഴിച്ചല്ലോ, ഞങ്ങളിനി എന്തായാലും നമ്മളോട് ക്ഷമിക്കണം. ഞാൻ അലോകിൻ്റെ കൂടെ ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ച് വന്നത്. എനിക്ക് അലോകിനെ മറക്കാൻ കഴിയില്ല, എനിക്കിഷ്ടമാണെന്ന് വീണ്ടും പറയാം. അലോക് ആകെ ചമ്മി നാറിയിക്കുക. ഇവളിപ്പോൾ തലയിലായാൽ വല്ലിച്ചം കൊണ്ടുവന്ന കോടീശ്വരിയെ കെട്ടാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ്. എന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അനുമോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അലോകിൻ്റെ കയ്യിൽ അങ്ങോട്ട് ഇറുക്കി പിടിക്കുകയാണ് കേട്ടോ. അലോകിന് പിടിക്കാൻ വയ്യ, പക്ഷേ പിടിച്ചേ പറ്റുള്ളൂ എന്നായി. അവസാനം അച്യുതൻ പറയാ, എടാ അവളെ പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് വാടാ, കൈ പിടിച്ചുകൊണ്ട് വാ, ഞങ്ങളുണ്ട് നിനക്ക്. ഇനി ഇവള് ഞങ്ങളെ വീട്ടിലാണ്, നിൻ്റെ ഭാര്യയായിട്ടാണ് താമസിക്കേണ്ടത്, ചുണക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും കൂടെ മോനെയും മരുമകളെയും കൂടെ നേരെ കൃഷ്ണമംഗലത്തേക്ക് കൊണ്ടുപോകും കേട്ടോ. അനുമോളാണെങ്കിൽ രണ്ടും തീരുമാനിച്ച് തന്നെയാണ് കൂടെ പോകുന്നത്. അയ്യോ, നമ്മുടെ അലോക് ഇത്രയൊന്നും വിചാരിച്ചില്ല, ആകെ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെ അവർ നേരെ അങ്ങോട്ട് ചെല്ലുന്ന വഴിക്ക് ഇവിടെ ദേവിയും മീനാക്ഷിയും ഇത്രയൊക്കെ പറയുന്നുണ്ട്, മോളെ വേണ്ട, മോള് തിരിച്ച് വാ, പോവല്ലേ എന്ന്. ആരുടെയും മുഖത്ത് നോക്കാണ്ടാണ് അനുമോള് നേരെ പോകുന്നത്. അവിടെ ചെന്ന് കൃഷ്ണമംഗലത്ത് അമ്മ ഓടി വരട്ടെ ഇന്ദിരാമ്മ. എന്നിട്ട് പറയാം, എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയില്ലേ, ഒരു കാര്യം ചെയ്യ് നന്ദിതേ, നീ അകത്ത് പോയി ഒരു വിളക്കെടുത്തുകൊണ്ട് വാ. അങ്ങനെ നിലവിളക്കുമായി നന്ദിത വരുവാണ്. ആ വിളക്ക് നമ്മുടെ അനുമോളെ കൈ കൊടുത്തിട്ട് പറയാം, ഐശ്വര്യമായിട്ട് മോള് ഈ വിളക്കുമായിട്ട് അകത്തേക്ക് കയറി വാന്ന്. അപ്പം നമ്മുടെ അലോക് ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കുകയാണ്. നന്ദിത പറയാം, താലി കെട്ടാൻ അവൻ്റെ ഒരു നാണവും ഇല്ലായിരുന്നു, ഇപ്പം എന്തിനാടാ നീ നാണിക്കുന്നത്? അപ്പോൾ അനുമോൾ എല്ലാവരും കാണാൻ വേണ്ടി വീണ്ടും നമ്മുടെ അലോകിൻ്റെ അടുത്തേക്ക് അങ്ങ് ചേർന്ന് നിൽക്കുക കേട്ടോ. എന്നെ ഭാര്യയല്ലേ, അപ്പോൾ പിന്നെ അടുത്തടുത്ത് നിന്നുകൂടെ? ആ രീതിയിൽ അലോകിനൊരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. തൊട്ടപ്പുറത്ത് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കാണ് ബാലൻ. കാരണം നിലവിളക്ക് കൊടുത്ത് മോളെ അകത്ത് കയറ്റുമ്പോഴേ വാളുടെ ചങ്ക് പെടഞ്ഞു പോവാട്ടോ. ഭയങ്കര സങ്കടത്തിൽ ഒളിച്ചതെല്ലാം നോക്കണം. എന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ ഇന്ദിരാമ്മ പറയേണ്ട, മോള് വലത് കാല് വെച്ച് അകത്തേക്ക് കയറി വാന്ന് പറയുമ്പോൾ നമ്മുടെ അനുമോള് ആ വലത് കാൽ വെച്ച കാലിനെ തിരിച്ചെടുത്തിട്ട് ഇടത് കാല് വെച്ച് തന്നെ അകത്തേക്ക് കയറാണ്. അകത്തേക്ക് കയറി ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ അച്യുതന് ഭയങ്കര സന്തോഷമാവുക കേട്ടോ. ഇവരുടെ സ്വത്തുക്കളൊക്കെ ഇനിയിപ്പോൾ ഇത് മുഖേന അങ്ങ് കിട്ടുമല്ലോ. അതുപോലെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ഇത്രയായി, ചെയ്തത് തെറ്റാണല്ലോ. എടാ അലോകേ, നീ വെല്ലിച്ചനോടും ആരോടും പറയാതെ നിൻ്റെ ഇഷ്ടപ്രകാരം നീ ഓരോന്നും ചെയ്തില്ലേ? എന്തായാലും 2 പേരും വെല്ലിച്ചൻ്റെ അച്ഛൻ്റെയൊക്കെ കാല് തൊട്ട് തൊഴു, എന്നിട്ട് വെല്ലിച്ചനോട് നീ മാപ്പ് പറ ചെയ്ത തെറ്റിന്. അപ്പോഴാണ് നമ്മുടെ ആനന്ദൻ അങ്ങോട്ട് ദേഷ്യം വരും കേട്ടോ. ആനന്ദൻ പറയാം, ആരും എൻ്റെ കാല് തൊട്ട് തൊഴയും വേണ്ട, ഒന്നും വേണ്ട. എടാ അലോകേ, നിനക്ക് ഇവളെ ആയിരുന്നു ഇഷ്ടം? പറയടാ. പല തവണ ഞാൻ ചോദിച്ചു, ഈ അനുമോളെ കാണാനില്ലാതിരുന്ന സമയത്ത് അവൻ ഇവിടെ ഉണ്ടോ, അവന് ഇതിൻ്റെ കൈകൾ ഇന്നിന് കാണുമെന്ന്. അപ്പോൾ ഇവിടെ അച്യുതനും രാജശ്രീയൊക്കെ പറഞ്ഞെന്താ, അവൻ എറണാകുളത്ത് പോയിരിക്കുകയാണ്, ഇവളുമായിട്ടൊരു ബന്ധവും ഇല്ലയെന്ന്. എന്നിട്ട് നീ ഇവളെ കെട്ടിക്കൊണ്ട് വന്നു അല്ലേ? എടാ എന്തിനായിരുന്നടാ ഇത്? പിന്നെ നീ ഒരു കാര്യം ഓർത്തോ,
നമുക്ക് ദേവമംഗലവുമായിട്ട് ശത്രുതയുണ്ട് എന്നും പറഞ്ഞ് അവരോട് പകരം വീട്ടേണ്ടത് ഈ രീതിയിലല്ലായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറയായിരുന്നു. നിന്നെ വിശ്വസിച്ചാണ് ഞാൻ ആ കോടീശ്വരിയായ ഒരു പെണ്ണിനെ നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു ആലോചന കൊണ്ടുവന്ന് ഉറപ്പിച്ച് വെച്ചത്. ഇനി അവരോടൊക്കെ ഞാൻ എന്താടാ പറയുക? അത് വല്ലിച്ച, എനിക്ക് പറയാനുള്ള കൂടെ വല്ലിച്ചൻ കേൾക്ക്. അപ്പോഴും അനുമോൾക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. ഇവൻ നടന്നതെല്ലാം വിളിച്ച് പറയോ? അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അലോകെ ഒന്നും പറയണ്ട, ഇവരോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്ത് പറയാന്ന്? അല്ല, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അങ്ങളെ. പിന്നെ കുറേ നാളായിട്ട് ആദ്യമൊക്കെ അലോകിനോട് എനിക്കത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ലെങ്കിലും അലോക എന്നോട് പറഞ്ഞായിരുന്നു, രണ്ട് കുടുംബവും ഇങ്ങനെ നമ്മൾ തമ്മിൽ സ്നേഹിച്ചാൽ പണ്ട് മുതലുള്ള ശത്രുതയൊക്കെ അങ്ങ് മാറും. അപ്പോൾ ഞാനും വിചാരിച്ചു, അങ്ങനെയാണ് നമ്മൾ സ്നേഹത്തിലായത്. പിന്നീട് ഒരുപാട് ഇഷ്ടത്തിലായി. എനിക്കങ്ങ് അലോകിനെ മറക്കാനും ഒഴിവാക്കാനും പറ്റുന്നില്ല. പിന്നെ അലോകം പറഞ്ഞു എന്നോട്, എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവൻ വിഷം കഴിച്ച് മരിക്കുമെന്ന്. ആണോ? അതെ, അത്രയ്ക്ക് ഇഷ്ടത്തിലായിരുന്നോ നിങ്ങൾ? അത്രയ്ക്ക് ഇഷ്ടത്തിലായിരുന്നു. അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അയ്യോ, ഇവളെല്ലാം കുളമാക്കുമല്ലോ എടി എന്നും പറഞ്ഞും കൊണ്ട് നമ്മുടെ അലോക്. പക്ഷെ അനുമോള് വിട്ടുകൊടുക്കില്ല. തൻ്റെ വീട്ടുകാരെ ഇത്രത്തോളം എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തി ഇനി അങ്ങനെ ഇപ്പോൾ സുഖിക്കേണ്ട, ആരെയും കെട്ടി, അങ്ങനെ തന്നെ അനുമോള് വിചാരിക്കണം കേട്ടോ. എന്നിട്ട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് വേണോ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു എന്ന്? നിങ്ങൾ ഇത്രയും നാൾ ഇത്രത്തോളം സ്നേഹിച്ചിരുന്നോ? അതെ, സ്നേഹിച്ചിരുന്നു. തെളിവ് ഞാൻ കാണിച്ചു തരാന്നേ. എന്നിട്ട് അലോകിൻ്റെ പോക്കറ്റിലൊക്കെ ഓടിപ്പോയി അനുമോൾ തപ്പുവാണ്. പക്ഷേ എന്തുവാടി മിണ്ടാതിരിക്കും, നീ എന്താ തപ്പുന്നത്? അലോകിൻ്റെ ഫോൺ ഇതന്നെ. അങ്ങനെ അലോകിൻ്റെ ഫോൺ പിടിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ അനുമോൾ. അതിനകത്ത് അനുമോൾക്കെതിരായിട്ട് കുറച്ച് AI ഫോട്ടോസൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. അലോകും അനുമോളും കൂടെ ഇഴുകി ചേർന്നിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് ജീവനെ കാണിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചത്, അവിടെ പോസ്റ്റർ ഒട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച ഫോട്ടോസേ. ഈ ഫോട്ടോകളെല്ലാം ഈ ബന്ധുക്കളുടെ മുന്നിൽ അങ്ങോട്ട് നിരത്തി കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടോ നിങ്ങൾ ഫോട്ടോ? ഇത് ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചിരുന്നപ്പോൾ എടുത്ത ഫോട്ടോകളാണ്. കണ്ടോ? അങ്കിള് കണ്ടോ? ആൻറ്റി കണ്ടോ? മുത്തശ്ശി കണ്ടോ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കായിട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കാട്ടോ അനുമോള്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. അപ്പോൾ ഈ തരത്തിലുള്ള സ്നേഹമായിരുന്നോ ഇവർ? അത് ശരി. എന്നിട്ടാണല്ലോ ഇവൻ അവിടെ നിന്ന് വലിയ ഗമയിൽ പറഞ്ഞത്, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ തമ്മിൽ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ. അപ്പം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കൊള്ളാമല്ലോ. എടി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നും പറഞ്ഞു അനുമോള് വിട്ട് കൊടുക്കുന്നില്ല. അപ്പം അനുമോള് മനസ്സിൽ വിചാരിക്കുക, എടാ, എനിക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി നീ ഉണ്ടാക്കിയെടുത്ത ഫോട്ടോ ഇതിപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് ആർക്കെതിരെയാണ് വന്നേക്കുന്നത് നീ കണ്ടോ? ഇങ്ങനെ നടക്കുന്നതേ ഉള്ളടാ മുന്നോട്ട് എന്ന് ഇത്രയും ചിന്തിക്കാട്ടോ. അപ്പം തന്നെ ഈ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നമ്മുടെ അനന്തനും നന്ദിതയ്ക്കും അമ്മയ്ക്കും ഒക്കെ നല്ല ദേഷ്യം വരും കേട്ടോ. ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടാണല്ലോ ഇവൻ ഈ പാവം ചമഞ്ഞ് നിൽക്കുന്നതെന്നും പറഞ്ഞ് അവരങ്ങ് പോവാണ്. അപ്പം നന്ദിത, ഇവൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് അവളും അങ്ങ് പോവാട്ടോ. രാജശ്രീയും നമ്മുടെ അച്യുതനൊക്കെ ചമ്മി നാറി നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല, അങ്ങനെയൊന്നും ഇല്ലെന്ന് എന്ത് കൂളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉണ്ടായിട്ടും അറിഞ്ഞിട്ടും എല്ലാം എന്നിൽ നിന്ന് മറച്ച് വെച്ചതിന് നമ്മുടെ അനന്തനും വിട്ടു കൊടുക്കുന്നില്ല. അനന്തന് ഭയങ്കര ദേഷ്യമായിപ്പോയി. അയാളും ദേഷ്യത്തോടെ ചാടിത്തും അകത്തേക്ക് കയറും കേട്ടോ. അവിടെ വിജയശ്രീ ലാളിതയായിട്ട് നമ്മൾ അനുമോൾ അങ്ങ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നീ കോടീശ്വരിയായിട്ടുള്ള അവളോട് ജീവിക്കുന്നത് കാണിച്ച് തരാടാന്നുള്ള രീതിയിൽ അലോകിൻ്റെ മുഖത്തൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അലോക ആകെ ചമ്മി നാറി പെട്ട അവസ്ഥയിലായിപ്പോയി. അച്ഛനും അമ്മയും വിചാരം എന്ന് വെച്ചാൽ അനുമോളെ കെട്ടിക്കൊണ്ടുവന്ന നല്ല കാര്യമല്ലേ എന്നാണ്. എന്നാൽ അലോകിൻ്റെ വിചാരം എന്ന് വെച്ചാൽ അനുമോളെ ട്രാപ്പിലാക്കിയിട്ട് വേറൊരുത്തി കെട്ടണമെന്നായിരുന്നു. എല്ലാം കുളവാക്കി കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് നമ്മുടെ ദേവമംഗലത്താണെങ്കിൽ എല്ലാവരും ഭയങ്കര സങ്കടത്തിലും കരച്ചിലും ഒപ്പാരും വിളിയൊക്കെയാണ് നമ്മുടെ ഗോമതി. എന്നിട്ട് പറയാം, ഇവളെ ഞങ്ങൾ എത്രത്തോളം സ്നേഹിച്ചതാണ്, അവൾ എന്തിനാ ഈ ചതി ഞങ്ങളോട് ചെയ്തത്, ഇതിലും ഭേദം കുറച്ച് വിഷം തന്ന് ഞങ്ങളെ കൊന്നാൽ പോരായിരുന്നോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ആനന്ദ് പറയാം, അമ്മേ, ചിലരെ അങ്ങനെയാണ്, നമ്മൾ ഒരുപാട് ജീവൻ കൊടുത്ത് സ്നേഹിക്കും, അവസാനം തിരിച്ച് നമ്മൾ ചതിക്കും, നമ്മൾ പോലും അറിയില്ല. അത് കൂടെ പിറപ്പായാലും ആരായാലും. ആനന്ദിൻ്റെ മനസ്സിൽ ദേവിയോടുള്ള ആ ഒരു പക വെച്ചിട്ടാണ് ആനന്ദ് സംസാരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും മാറി മാറി സംസാരിക്കുക കേട്ടോ. എപ്പോഴാണ് ആര്യം പറയണത്, അമ്മേ, എനിക്ക് പക്ഷേ ഇത് ഇത്ര വിശ്വസിക്കാൻ കഴിയുന്നില്ല. അലോകിനെ പോലെ ഒരുത്തൻ്റെ കൂടെ അവൾ എന്തായാലും ഇറങ്ങിപ്പോവില്ല. ഇതിലെന്തോ ഒരു ചതിയുണ്ടമ്മേ. അവൾ ഒറ്റയ്ക്ക് എന്തായാലും ഇറങ്ങിപ്പോവില്ല. അവൾക്കൊരു കൂട്ടിന് ആരെങ്കിലും ഉണ്ടായിരുന്നായിരിക്കും അവളെ സഹായിക്കാനായിട്ട്. അവളെ ഒറ്റയ്ക്ക് മാത്രമായിട്ട് അവൾക്ക് അതിന് സാധിക്കില്ല. എനിക്ക് അനുമോളെ അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ സുകന്യ മാറി നിന്ന് കിടുകിടാ വിറയ്ക്കുന്നുണ്ട് കേട്ടോ. സുകന്യയുടെ പേരെങ്ങാനും അവിടെ വരുമോ, സുകന്യ പിടിക്കപ്പെടുമോ, അങ്ങനെ സുകന്യ പേടിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മളെ ബാലൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതെല്ലാം കേട്ടും കണ്ടും നാണയ്ക്കും മൊത്തത്തിൽ തകർന്നു പോയില്ലേ അയാൾ. പെട്ടെന്ന് പൂജാമുറി കയറി ബാഗും താക്കോലൊക്കെ എടുക്കുകയാണ് കടയിൽ പോകാനായിട്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പിടിച്ച് തടഞ്ഞ് നിർത്താട്ടോ. ഞങ്ങൾ വിടില്ല, ഈ സമയത്ത് അച്ഛൻ എങ്ങോട്ടും പോവരുത്, അച്ഛൻ വീട്ടിൽ തന്നെ ഉണ്ടാവണം, ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല അച്ഛൻ വെളിയിൽ പോയാൽ. പക്ഷേ ബാലനൊരൊറ്റ അക്ഷരം പോലും മിണ്ടുന്നില്ല.
അവരെല്ലാവരും തട്ടി മാറ്റി വണ്ടി എടുത്ത് ഒരൊറ്റ പോക്കങ്ങോട്ട് പോകുന്നുണ്ട്. തൊട്ട് പിറകെ ആര്യം വന്ന് മിത്രയോട് പറയാം, മിത്രേ എൻ്റെ ബൈക്കിൻ്റെ താക്കോലിങ് എടുത്തിട്ട് വാ, അച്ഛനെ ഒറ്റയ്ക്ക് വിടൽ ശരിയാകത്തില്ല, ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ. അങ്ങനെ പോകാൻ പോകുമ്പോൾ ഗോമതി തടസ്സപ്പെടുത്തിയിട്ട് പറയാം, ആര്യ നിങ്ങൾ ആരും അച്ഛൻ്റെ പുറകെ പോകണ്ട, ആരും അന്വേഷിക്കുകയും വേണ്ട. എന്താ അമ്മേ അങ്ങനെയൊക്കെ, ഈ ഒരു അവസ്ഥയിൽ അച്ഛനെ വെറുതെ വിടാൻ പറ്റുമോ? ഒന്ന് വെറുതെ ഇരിക്കട്ടടാ. നിങ്ങളെല്ലാവരും കൂടി എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു സ്വൈര്യം കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും അവസ്ഥയിൽ ആലോചിച്ച് നോക്ക്. നീ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടില്ലേ? നീയോ? അങ്ങനെ ഓരോരുത്തരായിട്ട് പറയാട്ടോ. ഇന്നിപ്പം സ്വന്തം ഇത്രയായിട്ട് ചെല്ലം പോലെ വളർത്തിയ മോള് സഹിക്കാൻ പറ്റുമോ? ഇത്രയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, ഇതിൻ്റെ ഇടയിൽ നിന്ന് മാറി അദ്ദേഹമെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ. നിങ്ങൾ എന്തിനാ പുറകെ പോയി ഇങ്ങനെ ശല്യം ചെയ്യണത്? പോട്ടെ, നാശം. ഒരു തരത്തിലും എനിക്കും എൻ്റെ ബാലേട്ടനും ഇവിടെ സമാധാനവും കിട്ടത്തില്ല, സന്തോഷവും കിട്ടത്തില്ല. എന്തിനാ ഇങ്ങനെ ജീവിക്കണത്? അതിലും ഭേദം ചത്ത് കളഞ്ഞാൽ മതി എന്ന് എനിക്ക് തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭൗമതി ഭയങ്കരമായിട്ട് ബഹളവും സങ്കടവും ഒക്കെയാണ് കേട്ടോ. ബാക്കി എല്ലാവരും കൂടെ ഇരുന്ന് കരയും ഒപ്പാരി വെക്കുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് മാറി നിന്ന് നമ്മുടെ സുകന്യ വിറയ്ക്കുന്നുണ്ട്, നല്ല പേടിക്കുന്നുണ്ട്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സുകന്യയാണ് അവിടുന്ന് പുറത്ത് ചാടാൻ പോകുന്നെന്നുള്ള പേടിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്